അവളെ ഇന്റർവ്യൂ കണ്ടിട്ട് അവനോടൊന്ന് സംസാരിക്കണം തോന്നും. അതേസമയം ഇവന് ഡ്രിങ്ക് ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവൻ അതേപോലെ അവളുടെ റൂമിന്റെ പുറത്തായിരിക്കും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ രണ്ടുപേരും ആ ഡോർ ഓപ്പൺ ചെയ്യാതെ അവിടെ തന്നെ നിൽക്കും. അടുത്ത ദിവസം അവനും അവന്റെ ഭാര്യയുടെ ആന്റിയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് ചെല്ലും. കാരണം അവരെ പിടിച്ച് ജയിലിലാക്കിയേക്കുക. അതിന്റെ റീസൺ നമ്മൾ ഇപ്പൊ അറിയും. പക്ഷെ അതിനുമുമ്പ് ഇവൻ ജയിലിൽ കയറിയ ഉടനെ അവിടുത്തെ ലോയേഴ്സ് എല്ലാവരും കൂടെ ഹെയിന്റെ ഭർത്താവെന്ന് മാത്രമേ ഉള്ളൂ ഇവൻ ഒട്ടും വിലയില്ലെന്ന് അവിടെ ഉള്ളവരൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കാതെ അവൻ അവളുടെ ആന്റിയെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് അവരറിയുന്നത് ഇപ്പൊ അവൻ റിലീസ് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് വന്നതാണ്. കാരണം ഇവരെ പിടിച്ച് അകത്തിട്ടത് തന്നെ ഇവരുടെ അച്ഛനാ, അതായത് ഹീറോയിന്റെ അപ്പൂപ്പൻ. അവളുടെ ബന്ധുക്കളൊക്കെ കുറെ ഉണ്ട്. ഏറെക്കുറെ സ്വന്തം ബന്ധുക്കൾ അറിയാത്ത നമുക്കൊക്കെ ആദ്യം കുറച്ച് മനസ്സിലായില്ലെന്ന് വരാം. അങ്ങനെ ഇവരെ പിടിച്ച് പടച്ചിടാൻ കാരണം വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ പുതിയ ഗേൾഫ്രണ്ടിനെ ഇവർ ചെറുതായിട്ട് നടിച്ചു കാണും. അതുകൊണ്ട് മാത്രം ഇവളെ തൽക്കാലത്തേക്ക് ജയിലിലാക്കിയേക്കുക. പക്ഷെ നാളെ ഇവരുടെ അമ്മ മരിച്ച ദിവസമാണ്. അതുകൊണ്ട് ഇവരെ വിളിച്ചോണ്ട് ആ ഫംഗ്ഷനിലേക്ക് പോകാനാണ് അവൻ ഇവിടേക്ക് എത്തിയേക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം ആ ഫംഗ്ഷൻ നടക്കുമ്പോഴാണ് ഇവര് കൊറിയയിലെ റിച്ചസ്റ്റ് ഫാമിലി ആയതുകൊണ്ട് കുറെ റിപ്പോർട്ടേഴ്സ് പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇതേ സമയം ഫുഡൊക്കെ റെഡിയാക്കുന്നത് ഇൻവുവും ബാക്കിയുള്ള ബന്ധുക്കളുമാണ്. ബാക്കി ബന്ധുക്കൾക്കും ഇവനും ഒരു വ്യത്യാസവും ഇല്ല. അവരൊക്കെ ഇവനെ പോലെ തന്നെ ഈ കുടുംബത്തിൽ വന്ന് പെട്ടുപോയതാ. എല്ലാം പാവപ്പെട്ട പയ്യന്മാര്. അതിലും നല്ലോണം പെട്ടുപോയത് നമ്മുടെ ഇൻവു മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവരൊക്കെ പാചകം ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അളിയാന്ന് പറഞ്ഞ ഒരുത്തൻ വേറൊരുത്തനെ ജോലി ഏൽപ്പിക്കാണ്ട് വിളിച്ചോണ്ട് വരും. അത് വേറെ ആരുമല്ല, അവളുടെ അനിയനാണ്. അന്ന് അവളുടെ നിന്ന് കിട്ടിയ അടിയോടെ ചെറുതായിട്ട് മാറ്റം വന്നാ തോന്നുന്നത്. അങ്ങനെ അവൻ ഇവരൊക്കെ പാചകം ചെയ്യുന്ന കണ്ടിട്ട് അവന് പെട്ടെന്ന് തന്നെ ഫുഡ് അടിക്കാൻ വേണ്ടി കൊതിയാവുന്നെന്ന് പറയുമ്പോഴാണ് ഇൻവുവും എങ്കിൽ പിന്നെ പെട്ടെന്ന് ജോലി എടുക്കാൻ വേണ്ടി അവനെ സഹായത്തിന് വിളിക്കും. അതോടെ അളിയെ മൊത്തത്തിൽ പേടിച്ചിട്ട് എനിക്കും പാചകം തമ്മിൽ കുറെ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് കൂടെ കൊണ്ടുവന്നതിന് അവിടെ ആക്കിയിട്ട് അവൻ അവിടെ നിന്ന് മുങ്ങും. അങ്ങനെ ഇവിടെ ജോലി ചെയ്യുന്നവരെല്ലാരും നമ്മൾ പറഞ്ഞ പോലെ ഇവരുടെ ഫാമിലി അല്ല, ഇൻവുവിനെ പോലെ കല്യാണം കഴിച്ച് പെട്ടുപോയതാ. അങ്ങനെ പുതിയൊരുത്തൻ വന്നിരിക്കുന്നുണ്ട്, വേണം ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് മുങ്ങിക്കൊന്ന് അവൻ അഡ്വൈസ് ചെയ്യും. കാരണം എല്ലാ വർഷം അവരുടെ ഫാമിലിക്ക് വേണ്ടി ഇവരാണ് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഫംഗ്ഷന് വേണ്ടി ഹെയിന്റെ അമ്മയൊക്കെ റെഡി ആയിരിക്കും. അപ്പോഴാണ് ആ ചെയർമാന്റെ ഗേൾഫ്രണ്ട് വരുന്നത്, ഇവരുടെ സ്റ്റെപ്പ് മദർ. അങ്ങനെ ഇത് കണ്ടിട്ട് ഇവർ ഇഷ്ടമല്ലാതെ ഇന്ന് ഫംഗ്ഷന് വരുന്നില്ലെന്ന് ചോദിക്കുമ്പോഴാണ് ആ ലേഡിയാണ് ഈ ഫംഗ്ഷന് ഞാൻ പങ്കെടുക്കുന്നത് മോശമാണ്, അവര് പാവത്തിനെ പോലെ സംസാരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളുടെ അമ്മയും ഒരേ ഇവർ ഈ ഫംഗ്ഷന് പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ ഫാമിലി ഏതാണ്ട് വഴക്കിട്ട് സ്നേഹമില്ലാത്തോണ്ട് ഈ ഫംഗ്ഷന് പങ്കെടുപ്പിക്കാത്തതെന്ന് നാട്ടുകാരൊക്കെ പറയുന്ന പറയും. അപ്പോഴാണ് കറക്റ്റ് ആ സമയം തന്നെ ഇവരുടെ അച്ഛൻ ചെയർമാൻ അവിടേക്ക് വരും. ആരെന്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് മോശമായിട്ട് പറയുന്നത്? എടി നീയാണ് ഇവളെ കുറിച്ച് അനാവശ്യം പറയുന്നത്. നിന്നെ സ്വന്തം ഗേൾഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇദ്ദേഹത്തിനെ കണ്ട് അവളുടെ അമ്മയും പേടിച്ചു പോകും. അയ്യോ സോറി അച്ഛാ, ഞാൻ ഇവരൊന്നും തെറ്റ് പറഞ്ഞില്ല. ഒരേ ഇവര് ഫംഗ്ഷന് പങ്കെടുത്തില്ലെങ്കിൽ നാട്ടുകാരൊക്കെ നമ്മൾ തെറ്റിയതുപോലെ ചുമ്മാ പറഞ്ഞുണ്ടാക്കും, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളു. എന്നിട്ട് ഇവർ അച്ഛനെ പേടിച്ചിരിക്കുമ്പോഴാണ് അച്ഛനാണ് ഗേൾഫ്രണ്ടിനോട് ചോദിക്കും അപ്പൊ ഈ ഫംഗ്ഷന് നീ പങ്കെടുക്കുന്നില്ലേന്ന്. അതോടെ അവരും ഫംഗ്ഷന് ഞാൻ എപ്പോഴേ റെഡി ആയെന്ന് പറഞ്ഞ് അവരുടെ കൂടെ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവിടെ ഹെയിന്റെ അമ്മയ്ക്ക് ഷോക്കായിരിക്കും. ഇത്രേ സമയം ഫംഗ്ഷന് പങ്കെടുക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവര് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്ടിങ് ചെയ്യാന്ന്. കാരണം ചെയർമാൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇവരെ വിളിച്ചോണ്ട് പോകണമെന്ന് അവരാഗ്രഹിച്ച. അങ്ങനെ അത് പ്ലാൻ ചെയ്ത പോലെ നടന്ന് എന്നിട്ട് ഇവിടെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജയിലിൽ നിന്ന് വന്ന ആന്റി ബൊംജ ഇവിടെ എത്തിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കും. ആ ബൊംജ ആരുമല്ല, അവരുടെ പേര് തന്നെയാ. ഇവരെ കണ്ട് അപ്പൂപ്പനും പേടിച്ചിട്ട് പെട്ടെന്ന് ഇൻവന് അടുത്തേക്ക് വിളിക്കും. എടാ ഇവളെ ആരെ ജയിലിൽ നിന്ന് പുറത്താക്കിയ എന്നതിന് ഓർമ്മക്കുറവ് ചോദിക്കുമ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞിട്ട് റിലീസ് ചെയ്തേന്ന് അവൻ കാര്യം മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ആന്റിയാണ് നേരിട്ട് അവിടേക്ക് വന്നിട്ട് അമ്മയ്ക്ക് വേണ്ടി വെച്ച ഫുഡെല്ലാം അടിച്ചവര് കഴിച്ചോണ്ടിരിക്കും. ഇതൊക്കെ കണ്ട് ഹെയിന് ചിരി വരും. അപ്പോഴാണ് അപ്പൂപ്പൻ ഇതെല്ലാം കണ്ടിട്ട് ഞാൻ അവളെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറഞ്ഞത് അവൾക്ക് പനി പിടിച്ചട്ടാ, അല്ലാതെ ഈ സർവീസ് അവൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയല്ല. നിനക്ക് നാളെ വല്ലേ അവൾ റിലീസ് ചെയ്താൽ പോലായിരുന്നു. എന്നിട്ട് അവനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ പറയും. ഇതേസമയം ഇവരും അവരുടെ അമ്മയുടെ ഫോട്ടോ നോക്കി സംസാരിച്ചോണ്ടിരിക്കും. അമ്മേ നിങ്ങളുടെ ഫാമിലി മൊത്തം നിങ്ങളെ ചതിക്കുക. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, അച്ഛന്റെ പുതിയ ഗേൾഫ്രണ്ട് ഞാൻ അടിച്ചതുകൊണ്ട് എന്നെ പിടിച്ച് ജയിലിലാക്കി. പോരാതെ ഇങ്ങേര് കാരണമല്ല എന്റെ അമ്മ മരിക്കേണ്ടെന്ന്. ഇവളെ കൂടി നിർത്തിക്കൊണ്ട് സ്വന്തം മോളെ ജയിലിലാക്കുന്നല്ലേ. നിങ്ങൾക്ക് ഒട്ടും തന്നെ മനസാക്ഷിയില്ല. കാരണം അത്രയ്ക്കും ഇവള് നിങ്ങളെ മയക്കി എടുത്തേക്കുക. എന്നിന് ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഹെയിന്റെ അച്ഛനാണ് ഫംഗ്ഷൻ വെച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് അവരെ പിടിച്ച് മാറ്റിയിടാൻ നോക്കും. പക്ഷെ അവരാണ് ദേഷ്യത്തി നിന്റെയും കൂടെ അമ്മയല്ലടാന്ന് പറഞ്ഞ് അവളുടെ അച്ഛനോട് ചൂടാകുമ്പോഴാണ് അദ്ദേഹം പാവത്തിനെ പോലെ അമ്മ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് കാരണമെന്ന് പറയും. അപ്പോഴാണ് അവരിത് കേട്ട് ഹാർട്ട് അറ്റാക്ക് വരാൻ കാരണം തന്നെ ഈ പെണ്ണും പിള്ളയാന്ന് അവരെ ചൂണ്ടിക്കാണിക്കും. പക്ഷെ അവളുടെ അച്ഛനും ഇതൊക്കെ കേട്ട് സമാനപ്പെടാൻ പറയുമ്പോഴാണ് ആന്റിയും കട്ട ദേഷ്യത്തി ഇത്രയും മോശമായിട്ടുള്ളൊരു മകനെ ജനിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞ് അവരവിടെ നിലവിളിച്ചോണ്ടിരിക്കും. അങ്ങനെ സ്വന്തം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ബീഫ് തന്നെ റെഡിയാക്കി വെച്ചില്ലെന്ന് അവര് കുറ്റം പറയുമ്പോഴാണ് സൈഡിൽ നിന്ന് അനിയനും ബീഫ് അറ്റത്തിരിപ്പുണ്ടെന്ന് അവൻ പറയും. അതോടെ മിണ്ടായിരിക്കട നായെന്ന് പറഞ്ഞ് അവരവനെ സൈലന്റ് ആക്കും. കാരണം കൊച്ചിലെ ഇവനെ വളർത്തിയത് ഇവരായിരിക്കും. പക്ഷെ ഒരു തവണ പോലും ഇവരെ കാണാൻ വന്നിട്ടേ ഇല്ല. അപ്പനാണ് ഇവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഹെയിനാണ് ഫംഗ്ഷൻ പെട്ടെന്ന് തീർന്ന ഇവർക്കൊക്കെ ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്യാന്ന് പറയും. അതോടെ ആന്റി മൊത്തത്തിൽ വീണുപോയിട്ട് ആൽക്കഹോൾ തരുവാണ് പെട്ടെന്ന് ഫംഗ്ഷൻ നടത്തിക്കോളാന്ന് അവര് സൈലന്റ് ആകും. അങ്ങനെ അതിനുശേഷം
അതിനുശേഷം അനിയനും പ്രാർത്ഥന തുടങ്ങുമ്പോഴാണ് ഇത്രയും പ്രാർത്ഥനയൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് അവരാ മദ്യം എടുത്താൻ കുടിക്കും. ഇതേ സമയം ഇവരുടെ കുടുംബത്തിൽ ഇനി ഒരാളും കൂടെ ഉണ്ട് വരാൻ. അതായത് ആ ചെയർമാന് മൊത്തം 3 മക്കളാ. ഒന്നാ ജയിലിൽ നിന്ന് വന്ന ആന്റിയും പിന്നെ ഹീറോയിന്റെ അച്ഛനും. പിന്നെ ഇവർക്കൊക്കെ മൂത്തത് ഒരാളുണ്ട്. അദ്ദേഹം ഹീറോയിന്റെ അച്ഛനായിട്ട് പ്രശ്നമുള്ളയാ. അതുകൊണ്ട് വീട് വരെ വന്നിട്ട് അകത്തേക്ക് കയറത്തില്ല. അപ്പോഴാണ് ചെയർമാന് സ്വന്തം മോൻ അവിടെ നിൽക്കുന്നിട്ട് വീട്ടിൽ കയറാതെ ക്യാമറയ്ക്ക് പോസ് ചെയ്യാനാണ് ഇവിടേക്ക് വന്നതെന്ന് അയാളെ കണ്ട് വഴക്കുറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അദ്ദേഹം വീട്ടിൽ കയറിയിട്ട് മൊത്തം 19 വർഷമായി. ഇതുവരെ സ്വന്തം അച്ഛനെ പോലും കണ്ടുമുട്ടിയിട്ടില്ല. ഇദ്ദേഹം ഇവരുടെ കമ്പനി ജോലി ചെയ്ത ഒരു പ്രധാനപ്പെട്ട ആള് ജോലി നിർത്തിയിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് പോവാ. അങ്ങനെ ഈ കാര്യം ഹെയിന്റെ അച്ഛൻ അറിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് നല്ല ദേഷ്യമാവും. അതുകൊണ്ട് നല്ല രീതിക്ക് അങ്ങേര് പറഞ്ഞു വെച്ചിട്ട് ഇവിടെ ഇന്നൂനും ഒറ്റയ്ക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ആ ജോലി നിർത്തി പോയവനെ വെറുതെ വിടല്ലെന്ന്. കാരണം ഇവരാരൊക്കെയാണ് വേണ്ടെന്ന് പറയുന്നത് അവരവസാനം വരെ സന്തോഷമായിട്ട് ജീവിക്കല്ലേ. അതുകൊണ്ട് എന്തേലൊക്കെ കേസ് അവന്റെ തലയിലിട്ട് അവസാനം വരെ കോടതി എന്ന് പറഞ്ഞ് അവൻ ലൈഫ് ഫുള്ളും കഷ്ടപ്പെടണമെന്ന് അവളുടെ അച്ഛൻ ഇവനോട് പറയും. അപ്പോഴാണ് ഇത് കേട്ടതോടെ അവനും പേടിച്ചു പോയിട്ട് ഇത്രയും വർഷം ജോലി ചെയ്ത ആൾക്കെതിരെ ഇത്രയ്ക്കും ക്രൂരതയായിട്ടൊക്കെ ബിഹേവ് ചെയ്യണമെന്ന് അവൻ താല്മയോട് ചോദിക്കും. പക്ഷെ അവളുടെ അച്ഛനാണ് നമ്മളെ വേണ്ടെന്ന് പറഞ്ഞവർക്ക് ഇതാണ് ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് അവനോട് പറഞ്ഞിട്ട് ഇതേപോലെ നമ്മളെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നവരെ പുറയുന്ന കുത്തി കൊല്ലണം എന്ന് പറയും. അങ്ങനെ ഈ ഡയലോഗ് കേട്ടതോടെ ആള് മൊത്തത്തിൽ ഓഫ് ആകും. കാരണം ഇവൻ ഡിവോഴ്സ് ചെയ്ത് ഇവരെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ ഉടനെ അവൻ ഈ റൂമിൽ നിന്ന് പോകുമ്പോൾ അവന്റെ പുറം വശം കാണിക്കാതെ പോന്നെ. ഓരോ ശിങ്ങേരെല്ലാം സത്യം അതിനെ പുറയുന്ന കുത്തുവന്ന്. അതിനുശേഷം അടുത്ത ദിവസം അവന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ വേണ്ടി ഡോക്ടറിനെ കാണാൻ വേണ്ടി പോകും. അങ്ങനെ അദ്ദേഹം ഇവൻ എന്തോ പ്രശ്നം ചോദിക്കുമ്പോഴാണ് അവന്റെ ലൈഫ് മൊത്തത്തിൽ പ്രശ്നത്തിൽ കിടക്കുവന്ന് അവനെല്ലാം തുറന്നറിയും. പുറത്താണെങ്കിലും വീട്ടിലാണെങ്കിലും അവന് സമാധാനം കിട്ടുന്നില്ലെന്ന്. അങ്ങനെ അവന്റെ വൈഫിന്റെ ഫാമിലി ഇവനെ കുറെ ഫോഴ്സ് ചെയ്ത് ഒരടിമയെ പോലെ നോക്കുവാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവന് മൊത്തത്തിൽ സ്ട്രെസ്സാന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് ഡോക്ടറും എങ്കിൽ പിന്നെ ഭാര്യയും വിളിച്ചോണ്ട് അവന്റെ വീട്ടിൽ പോയി താമസിച്ചോടം ചോദിക്കും. അപ്പോഴാണ് അത് കേട്ട് അവനും അവളുടെ ഫാമിലി അവന്റെ വീട്ടിൽ പോലും പോകാൻ സമ്മതിക്കത്തില്ലെന്ന് അവന്റെ ദാരിദ്ര്യപ്പെട്ട അവസ്ഥ പറയും. കാരണം ഇന്നലെ അവരുടെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഇവന്റെ അച്ഛന്റെ ബർത്ത്ഡേ പോലും പോകാൻ പറ്റിയില്ല. ഇന്നലെ ആയിരുന്നു അവന്റെ അച്ഛന്റെ 60ാമത്തെ ബർത്ത്ഡേ. അതുകൊണ്ട് അവളുടെ ഫാമിലി മാത്രം പ്രധാനം എന്ന് വിചാരിക്കുന്ന അവളെ വേണ്ടെന്ന് പറഞ്ഞ് ഇവന് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന പറയുമ്പോഴാണ് ഇത് കേട്ട് ഡോക്ടറും എങ്കിൽ പിന്നെ ഇവൻ പറഞ്ഞേക്കെ വെച്ച് ഡിവോഴ്സ് ചെയ്തെങ്കിൽ ഇവനെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറയും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവളുടെ അച്ഛൻ പുറയുന്ന കുത്തിക്കൊല്ലുമെന്ന്. അങ്ങനെ ഈ കാര്യം അവനും പറഞ്ഞിട്ട് അവനെ രക്ഷപ്പെടാൻ ഒരു വഴിയില്ലെന്ന് പറയും. അതോടെ ഡോക്ടർ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിട്ട് കഴിക്കാൻ 2 ഗുളിക മാത്രം തരാന്ന് അവൻ അവിടെ നിന്ന് പറഞ്ഞിടാൻ നോക്കും. അപ്പോഴാണ് അവന് ഡോക്ടറിനെ ഹഗ് ചെയ്തിട്ട് അവൻ ഫീൽ ചെയ്തോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഡോക്ടറിന് ഒരു കാര്യം മനസ്സിലാവും. സത്യം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന്. അതിനുശേഷം കമ്പനി വെച്ച് ഹെയിനെ കാണാൻ വേണ്ടി ഒരു ലേഡി വരും. അങ്ങനെ ഇവരാണ് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കല്യാണം സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ബ്രോക്കർ. ഇവരുടെ പേര് ഗ്രേസ്. അങ്ങനെ അവര് ഹെയിനെ കണ്ടിട്ട് ഇവളെന്താ ഇടയ്ക്ക് വീട്ടിലൊന്നും വരാത്തേന്ന് അവളായിട്ട് ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ നോക്കും. പക്ഷെ അവൾക്കാണ് ഇവരെ കണ്ട് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അനാശമായിട്ട് വീണ്ടും ഒന്ന് ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന് അവള് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവർക്ക് ആ നല്ലോണം കേൾക്കും. അതോടെ കൂടെ വന്ന ലേഡിയോട് അവരുടെ കുടുംബത്തിൽ ഇവള് മാത്രമേ ഉള്ളൂ ഇവർ സെലക്ട് ചെയ്യാത്ത ഒരു പയ്യനെ കല്യാണം കഴിച്ചത്. അങ്ങനെ അതുകൊണ്ട് ആ ദേഷ്യത്തിൽ മിക്കവാറും ഇവർ തമ്മിൽ ഡിവോഴ്സ് ചെയ്യുമ്പോൾ അടുത്ത പയ്യനെ അന്വേഷിക്കാൻ വേണ്ടി ഇവരുടെ അടുത്ത് വരത്തുള്ളൂ പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ആവശ്യമില്ലാതെ അടുത്തുള്ള ലേഡിയോട് ഷോ ആയി കാണിച്ചിട്ട് നേരെ കാണാൻ പോകുന്നത് നമ്മുടെ ഇൻവോനെയാണ്. കാരണം അവർ തമ്മിൽ ഡിവോഴ്സ് പെട്ടെന്ന് നടക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ അവളെ കുറിച്ച് പാര വെക്കാൻ വേണ്ടി വന്നയാ. അങ്ങനെ ഇവനൊരു ലോയർ ആയതുകൊണ്ട് ഇവരാദ്യം ഒരു കേസിനെ കുറിച്ച് സംസാരിക്കും. അപ്പോഴാണ് അവനത് കേട്ട് അവനൊരു ലോയറിനെ സെറ്റാക്കി തരാന്ന് പറയുമ്പോഴാണ് അവരാണ് ഇവനെ തന്നെ ലോയറായിട്ട് വിളിക്കും. കാരണം ഇവര് പറഞ്ഞ കേസും ഇവനും തമ്മിൽ ഒരു നല്ല ബന്ധമുണ്ട്. അങ്ങനെ ആ കാര്യം അവരും പറയുമ്പോഴാണ് ഇവനൊന്നും മനസ്സിലാവാതെ ഈ കേസുമായിട്ട് ഞാൻ എങ്ങനെ ബന്ധപ്പെട്ടെന്ന് അവൻ അവരോട് ചോദിക്കും. അപ്പോഴാണ് അവരും ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, ഞാനിപ്പോ പറഞ്ഞ കേസില്ലേ ആ പെങ്കൊച്ച് ഒരു കോടീശ്വരനെ കല്യാണം കഴിച്ച. പക്ഷെ അവൻ മരിച്ചതിന് ശേഷം അവന്റെ കുടുംബത്തിൽ നിന്ന് ഒറ്റൊരു പൈസ പോലും ഇവൾക്ക് പോയി ചേർന്നിട്ടില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? കല്യാണം കഴിക്കുമ്പോ തന്നെ അവൻ ഒരു കോൺട്രാക്ട് ചെയ്ത് വെച്ച് ലവൻ മരിച്ചാൽ പോലും സ്വന്തം ഭാര്യക്ക് ഒറ്റ പൈസ പോലും കൊടുക്കല്ലെന്ന്. ഇതേ അവസ്ഥയിലെ നിനക്കും. കല്യാണത്തിന് മുമ്പ് ഹെയിനൊരു അഗ്രിമെന്റ് സൈനൊക്കെ ഇട്ടായിരുന്നല്ലോ, അവളുടെ പൈസ നിനക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അതൊന്നും നീ അറിഞ്ഞില്ലായിരുന്നോ? ഏതെങ്കിലും ഇവരും പറയുമ്പോഴാണ് ഇത് കേട്ട് അവൻ മൊത്തം ഷോക്കായി പോകും. അപ്പൊ ഇവന് വിശ്വാസമില്ലാതെ അവൾ അങ്ങനെയൊക്കെ അഗ്രിമെന്റ് ചെയ്തോന്ന് അങ്ങനെ പറയാനുള്ളെല്ലാം പറഞ്ഞിട്ട് ഇനിയിപ്പോ ഇത് അറിഞ്ഞില്ലെങ്കിൽ ഞാനാ പറഞ്ഞെന്ന് പുറത്തേക്ക് പറയില്ലെന്ന് അവരവിടെ നിന്ന് പോകും. ഇവരിപ്പോ പറഞ്ഞ സത്യമാണ് എന്തോ. ഇതെല്ലാം കേട്ട് അവൻ മൊത്തം തകർന്നു പോയിട്ട് അവന്റെ ഡിവോഴ്സിന്റെ തീരുമാനം 99% ഇരുന്ന് 100% ആക്കും. അങ്ങനെ അതുകൊണ്ട് അവൻ തിരിച്ചവന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഇവളാണ് അവനെ കണ്ടിട്ട് അവളുടെ കൂടെ ഒന്ന് പുറത്തേക്ക് വരണമെന്ന് പറയും. പക്ഷെ അവൻ ഇനി എവിടെ വിളിച്ചാലും ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ കാർ എടുത്തോണ്ട് അവന് സ്വന്തം വീട്ടിലേക്ക് പോകും. അങ്ങനെ ഇവന്റെ വീട്ടുകാർ പാവപ്പെട്ടവരാണെങ്കിലും അവരെല്ലാരും ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. പൈസ ഉണ്ടായിട്ടും കഷ്ടപ്പെടുന്ന ഇവ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവരും പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് ഓപ്പോസിറ്റ് യുൻവു കാറി വന്നിറങ്ങും. ഇത് കണ്ടതോടെ അവരും പെട്ടെന്ന് തന്നെ ഇവൻ ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞ് അവന്റെ ഭാര്യ അന്വേഷിക്കുമ്പോഴാണ് അവൾ അവിടെ കാണത്തില്ല. കാരണം അവൻ ഇവിടെ വരുവാണെങ്കിൽ പോലും ഒറ്റയ്ക്കായിരിക്കും വരുന്നത്. അങ്ങനെ ഈ തവണ അവളെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവരെല്ലാം സംസാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ അവന്റെ മുഖത്തിലെ സന്തോഷം നമുക്ക് ഇപ്പോഴാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവൻ അമ്മ ഉണ്ടായി തന്ന ഫുഡെല്ലാം കഴിച്ചിട്ട് സമാധാനത്തിരിക്കും.
ഇരിക്കുമ്പോഴാണ് ഇവൻ വന്ന കാര്യം ഇവന്റെ ചേട്ടനും ചേച്ചിയും കൂടെ അറിയും. അതുകൊണ്ട് അവരും ജോലിയെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നിട്ട് ഇവനോട് ദേഷ്യത്തിൽ സംസാരിക്കും. എടാ ഇൻവു, നീ എത്ര ബിസി ആണെങ്കിലും നിന്റെ അച്ഛന്റെ 60ാമത്തെ ബർത്ത്ഡേക്ക് നീ എന്താ വീട്ടിലേക്ക് വരാത്ത? നിങ്ങൾ രണ്ടുപേരും ഇവിടെ വരാത്തന്നെ ക്ഷമിച്ച്, പക്ഷെ ബർത്ത്ഡേക്കെങ്കിലും വന്നൂടായിരുന്നു. എന്നിനെ ചേച്ചിയും ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത് കേട്ട അവനും നിങ്ങൾ പറഞ്ഞ ശരിയാ ചേച്ചി, അതുകൊണ്ടാ ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യാൻ പോന്നെ, എനിക്കിനി അവളെ വേണ്ട. എന്നിന് ഇവനും പറഞ്ഞോടെ ആ കുടുംബത്തിലുള്ള എല്ലാവരും ഷോക്കാകും. കാരണം ഇവനിപ്പോ റിച്ച് ആയതുകൊണ്ട് അവരെ കഥയും പറഞ്ഞ് ഷോ കാണിച്ചോണ്ടിരുന്ന. പക്ഷെ ഇങ്ങനെ ഒരു ഡയലോഗും പറഞ്ഞ ഉടനെ ചേച്ചിയും പെട്ടെന്ന് അടുത്തേക്ക് വന്നിട്ട് ഇനി ഞാൻ വഴക്കുറഞ്ഞോണ്ടാണോ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നിയെന്ന് അവനോട് ചോദ്യം ചെയ്യുമ്പോഴാണ് അവനാണ് കുറെ നാളായിട്ട് അവനടുത്ത തീരുമാനമാണെന്ന് പറയും. അങ്ങനെ അവളെ കല്യാണം കഴിച്ചതിന് ശേഷം ഇവന്റെ ലൈഫിൽ സന്തോഷം എന്ന് പറഞ്ഞ കാര്യം ഇരുന്നിട്ടില്ല. അതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി അവനിപ്പോ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന പറയുമ്പോഴാണ് ഇത് കേട്ട് അവന്റെ അച്ഛനമ്മയും കൂടെ അതിനുവേണ്ടി ആരെങ്കിലും ഡിവോഴ്സ് ചെയ്യുമെന്ന് അവനെ വഴക്ക് പറയും. അങ്ങനെ അതിനുശേഷം അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവന്റെ ചേട്ടനും ചേച്ചിയും കൂടെ അവനെ തടഞ്ഞു നിർത്തും. കാരണം ഇവൻ ആ വീട്ടിൽ താമസിച്ചാൽ മാത്രമേ അവിടെ നിന്നൊക്കെ കുറച്ച് പൈസ ഇവർക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ട് എങ്ങനെയൊക്കെ ഇവനെ മൈൻഡ് വാഷ് ചെയ്ത് ഡിവോഴ്സ് ചെയ്യാതെ ഇവനെ തടയണം. അങ്ങനെ ചേച്ചിയും ഇവന്റെ കല്യാണത്തിന് വേണ്ടിയ സ്വന്തം പഠിത്തം തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊ ജോലിക്ക് വന്നെന്ന് പറയുമ്പോഴാണ് അവനാണ് ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങാൻ പോയതുകൊണ്ടല്ലേ കോളേജിൽ നിന്ന് പുറത്താക്കിയെന്ന് അവ സത്യം പറയും. അതോടെ ചേച്ചി നാണം കിട്ടിട്ട് അതൊക്കെ വെറും ഉടായ്പ കാണിച്ച് ഇവന്റെ കല്യാണത്തിന് പൈസ സേവ് ചെയ്യാനുള്ള പ്ലാനാന്ന് പറയും. പക്ഷെ എല്ലാം കള്ളവാ. അതുകൊണ്ട് അവനും ചേച്ചിക്ക് പൈസ ഇപ്പൊ ആവശ്യമുള്ളതുകൊണ്ട് എന്റെ ജീവിതം ഞാൻ കളയണമെന്ന് അവൻ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് ചേട്ടനാണ് ഞാൻ വലുതായിട്ടൊന്നും പറഞ്ഞതിന് പ്രഷർ ചെയ്യുന്നില്ലെന്ന് സംസാരിക്കാൻ വരുമ്പോഴാണ് ഈ പറഞ്ഞ അവന് പ്രഷറായെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ ഇവനും തിരിച്ച് അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവൻ ആ ഡിവോഴ്സ് പേപ്പർ എടുത്ത് അവളുടെ അടുത്ത് സൈൻ വാങ്ങിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഇവൻ അവളുടെ റൂമിലേക്ക് കയറുമ്പോഴാണ് അതിന് മുമ്പേ തന്നെ അവള് ഇവനോടൊരു കാര്യം പറയണമെന്ന് പറയും. അപ്പോഴാണ് അവൻ ആ ഡിവോഴ്സ് പേപ്പർ എടുത്ത് മറച്ചു വെച്ചിട്ട് ആദ്യം ഇവൾ എന്താ പറയുന്നത് അവൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇൻവു, ഞാൻ എന്റെ കൂടെ പുറത്തേക്ക് വരാൻ വേണ്ടി നിന്നെ കമ്പനി വെച്ച് വിളിച്ചില്ലായിരുന്നു, അത് ഡോക്ടറിനെ കാണാൻ വേണ്ടിയായിരുന്നു. ഞാൻ ചെന്ന് അവരെ കണ്ടപ്പോ അവര് പറഞ്ഞ് ഇനി 3 മാസേ ഞാൻ ജീവനോടെ കാണത്തുള്ളെന്ന്, അതായത് ഞാൻ മരിക്കാൻ പോവുക. എന്നിന് ഇവളും പറഞ്ഞോടെ ഇത് കേട്ട് അവന് ഷോക്കായി പോകും. അങ്ങനെ ഈ ഒരു സിറ്റുവേഷന് ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ അത്ര നല്ലതല്ലെന്ന് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളാണ് അടുത്തേക്ക് വന്നിട്ട് ഇവൻ എന്തോ പറയാൻ ഇപ്പൊ റൂമിലേക്ക് വന്നെന്ന് അവന്റെ കാര്യം ചോദിക്കും. അതോടെ ഇവനാണ് മൊത്തത്തിൽ പേടിച്ചിട്ട് ഈ സിറ്റുവേഷന് ഡിവോഴ്സ് വാങ്ങിച്ച പിന്നെ ഇവന്റെ വില മൊത്തത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അവനാണ് കരയുന്ന പോലെ ആക്ഷൻ കാണിക്കും. ഇനി ഇവളില്ലാതെ എങ്ങനെയാ ജീവിക്കാൻ പോന്നേന്ന്. ഇത് കണ്ട് അവൾക്ക് വിശ്വസിക്കാതെ ഇവള് പറഞ്ഞ കാര്യം കേട്ടിട്ടാണോ ഇവൻ ഇത്ര ഇമോഷണൽ ആണെന്നും ചോദിക്കും. അപ്പോഴാണ് അവനെ ഹഗ് ചെയ്തിട്ട് പിന്നെ എന്റെ ഭാര്യയെ കുറിച്ചല്ലാതെ വേറെ ആരെ കുറിച്ച് ഫീൽ ചെയ്യുന്ന അവന് മൊത്തത്തിൽ ഇമോഷണൽ ആവും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.